ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദ ഫസ്റ്റ് നൈറ്റ് വിത്ത് ഡ്യൂക്ക് എന്ന കൊറിയൻ ഡ്രാമയുടെ ഏറ്റവും ഫൈനൽ ആയിട്ടുള്ള 12ാമത്തെ എപ്പിസോഡാണ്. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൽ ഇപ്പോൾ ടൈം ട്രാവൽ ചെയ്ത് വന്നിരിക്കുന്ന ചായ്ക്ക് റിയൽ വേൾഡിലേക്ക് തിരിച്ചെത്തിയിട്ട് യഥാർത്ഥ കഥയിൽ ചേഞ്ചസ് വരുത്താനായിട്ട് സാധിച്ചതുകൊണ്ട് കറക്റ്റ് ചാ ഒരു അപകടത്തിൽ പെടാൻ നിൽക്കുന്ന നേരം തന്നെ അവിടേക്ക് ഈബൺ വരുന്നതാണ് നമ്മൾ കണ്ടു നിർത്തിയത്. ശരിക്കും വന്ന് എന്താണ് സംഭവിച്ചത് എന്ന് കാണിക്കുമ്പോൾ നേരത്തെ ഈബണിനെതിരെ ഒരു സോൾജിയർ അദ്ദേഹത്തിന്റെ സ്വോർഡ് എടുത്ത് ഈബണിനെ അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ തന്നെയാണ് സെർവർ എറർ സംഭവിച്ച് ആ ഒരു സ്റ്റോറി നിന്ന് പോകുന്നത്. ആ ഒരു ഗ്യാപ്പിന് തന്നെ ചാ ഇപ്പൊ സ്റ്റോറി ലൈൻ മാറ്റുന്ന കാരണം ആ ടൈം ലിമിറ്റ് തീരുമ്പോൾ ഈബന്റെ കയ്യിലിരിക്കുന്ന ചാ അവന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു കപ്പിൾ ബ്രേസ്ലെറ്റിന്റെ റിഫ്ലക്ഷൻ അടിച്ചിട്ട് ആ ഒരു സോൾജിയറിന്റെ ശ്രദ്ധ മാറുകയും ആ ഒരു ഗ്യാപ്പിന് തന്നെ ഈബൺ അയാളുടെ വാളെടുത്ത് മാറ്റി സ്വയം രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ തന്റെ കയ്യിൽ വാള് കിട്ടിയിട്ടും അവനിപ്പോ ഒരു ജനറൽ ആയിട്ടുള്ള ആ ഒരു സോൾജിയറിനെ അറ്റാക്ക് ചെയ്യാണ്ട് തിരിച്ച് തനിക്ക് നിങ്ങളെ കൊല്ലണമെന്നൊന്നില്ലെന്നും എന്നെ കാത്തിരിക്കുന്ന എന്റെ ഭാര്യയുടെ അടുത്തേക്ക് എനിക്ക് എത്രയും വേഗം എത്തിച്ചേരണമെന്ന് മാത്രം ആഗ്രഹമുള്ളൂ എന്നും അവനിപ്പോ പറയാണ്. അങ്ങനെ അത് കേട്ടിട്ട് ആ ഒരു ജനറലിന് അവന്റെ സത്യസന്ധത മനസ്സിലാവുകയും അവനെ വിട്ടയക്കുകയും ചെയ്യാണ്. ഇതായിരുന്നു ചാ തീർത്തിയിട്ടുള്ള ആ ഒരു കഥയിലെ 2ാമത്തെ ലൈൻ. അങ്ങനെ ഇപ്പൊ ഈബൺ അവിടെ നിന്ന് നേരെ നമ്മുടെ ചായയുടെ അടുത്തേക്ക് പാഞ്ഞു വരുന്നുണ്ട്. ഇതേ നേരം തന്നെ ജങ് ആകട്ടെ അവന്റെ അച്ഛൻ ഈ ഹൂസ്ക ക്ലാനിന്റെ ഒപ്പാണെന്ന് അറിഞ്ഞിട്ടും ആ ഒരു ക്ലാനിനെതിരെയും നമ്മുടെ നാടിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന റിക്വസ്റ്റുമായിട്ട് വയ്യാതെ കിടക്കുന്ന കിങ്ങിന്റെ പാലസിലെത്തിയിട്ട് അവിടെ ഇരുന്നുകൊണ്ട് കിങ്ങിനോട് ഈ കാര്യങ്ങളൊക്കെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ഈ സിയോങ്ങിന്റെ ഒരുപാട് സോൾജിയേഴ്സ് ഒക്കെ എത്തിയിട്ട് അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. മാത്രമല്ല അവരെ കാണുമ്പോൾ തന്നെ അവരും ഈ ഹൂസ്ക ക്ലാനിന്റെ ആൾക്കാരാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഇതേ നേരത്തെ തന്നെ ഈവൻ പാലസിലേക്ക് എത്തുമ്പോഴാണ് മറ്റു സൈഡിൽ നിന്നിട്ട് ചായയുടെ സൗണ്ട് കേൾക്കുന്നത്. അങ്ങനെ അവൾ അപകടത്തിലാണെന്ന് മനസ്സിലാക്കി വേഗം തന്നെ ഈവൻ അവിടേക്ക് എത്തുമ്പോഴാണ് അവളെ ഉപദ്രവിക്കാൻ നിൽക്കുന്ന രീതിയിൽ അവൻ സിയോങ്ങിനെ കാണുന്നത്. മരിച്ചുവെന്ന് കരുതിയ ഈബൺ തിരിച്ചു വരുന്ന കണ്ടിട്ട് സിയോങ് ഷോക്ഡ് ആയിട്ട് നിൽക്കുമ്പോൾ അവനെ കണ്ട് സന്തോഷിച്ചിരിക്കുന്ന ചായനെ നമ്മളെ കാണിക്കുന്നുണ്ട്. ഈ സമയം സിയോങ് ആകട്ടെ അവന്റെ സോൾജിയേഴ്സിന്റെ അടുത്ത് ഈബണിനെ അറ്റാക്ക് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിലും ഈബണിനെ പോലെയുള്ള ഒരു എക്സലന്റ് ഫൈറ്ററുമായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് പേടിയായതുകൊണ്ട് ആ സോൾജിയേഴ്സ് ഒക്കെ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. ഇത് കണ്ടിട്ടും സിയോങ് വിടാതെ അവന്റെ സ്വേർഡ് എടുത്ത് അവൻ ഈബണിനെതിരെ പാഞ്ഞു വരുന്നുണ്ടെങ്കിലും ഈബന്റെ ഒരൊറ്റ മൂവ് കൊണ്ട് അവന്റെ സ്വേർഡ് അവിടെ നിന്ന് തെറിച്ചു പോകുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കേണ്ടി വരികയാണ് സിയോങ്ങിന്. ഇതേ നേരം തന്നെ ജങ്ങിനെയും കുറച്ച് നല്ല ഒഫീഷ്യൽസിനെയും അറ്റാക്ക് ചെയ്യാനായിട്ട് അവിടെ എത്തിയിട്ടുള്ള ഹൂസ്ക ക്ലാനിന്റെ എല്ലാ മെമ്പേഴ്സിനെയും ഈബന്റെ സോൾജിയേഴ്സ് വന്ന് കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. കൂടാതെ അവിടെ ഇരിക്കുന്ന എല്ലാ ഹൂസ്ക ക്ലാനിലെ എല്ലാ മിനിസ്റ്റേഴ്സിനെയും അവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ഇപ്പോ ഹൂസ്ക ക്ലാനിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കാണ്. ഇതേ ടൈമിൽ തന്നെ താഴെ വീണ് കിടക്കുന്ന ചായയുടെ അടുത്തേക്ക് ഈബൺ ഓടിയെത്തി അവളെ എഴുന്നേപ്പിച്ച് അവളെ ഹഗ് ചെയ്യുന്നുണ്ട്. പിന്നീട് ചാ തിരിച്ചു വന്നതിൽ അവനോട് നന്ദി പറഞ്ഞിട്ട് അവര് രണ്ടുപേരും കൂടി അവളുടെ ഫാമിലിയെ കാണാനായിട്ട് ജയിലിലേക്ക് ചെന്ന് അവരെ റിലീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നീട് ചായയുടെ അടുത്ത് സേഫായിട്ട് വീട്ടിലെത്തുവാനും എനിക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ടെന്നും പറഞ്ഞിട്ട് അവനിപ്പോ നേരെ തന്നെ കിങ്ങിനെ കാണാനായിട്ട് ചെന്നിരിക്കുകയാണ്. അവിടെ സിയോങ് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ട്രാപ്പ് ശ്വസിച്ചിട്ട് കിങ്ങിനെ വയ്യാതിരിക്കുകയാണെന്ന് മനസ്സിലായിട്ട് ഈബൺ വേഗം തന്നെ ആ ഒരു ട്രാപ്പ് മറച്ചു കളഞ്ഞ് ഫിസീഷ്യനെ വിളിച്ച് കിങ്ങിനെ ചെക്ക് ചെയ്യാനൊക്കെ പറയുമ്പോഴാണ് ഹൈലി ടോക്സിക് ആയിട്ടൊരു ഗ്യാസിന് ഒരുപാട് നേരം എക്സ്പോസ്ഡ് ആയതുകൊണ്ടാണ് കിങ്ങിനെ പെട്ടെന്ന് വയ്യാണ്ടായെന്ന് ആ ഒരു ഫിസീഷ്യൻ റിവീൽ ചെയ്യുന്നത്. മാത്രമല്ല കിങ്ങിനി പഴയ പോലെ ആവാനായിട്ട് കുറച്ച് ടൈം എടുക്കുമെന്നും അതുവരെ വെയിറ്റ് ചെയ്യണമെന്നും പറയുമ്പോൾ ഈബൺ ഇപ്പൊ നേരെ കിങ്ങിനെ കണ്ട് താൻ എത്തിയെന്നും ഇങ്ങനെ ഇനി താൻ നോക്കിക്കോളാന്നും പേടിക്കേണ്ടെന്നൊക്കെ പറയുമ്പോൾ ഓൾറെഡി ഈ ഒരു ഗ്യാസ് ഒക്കെ ശ്വസിച്ച് കുറെ ഹാലുസിനേഷൻസിലായിരുന്ന കിങ്ങിന് അവനെ കാണുമ്പോൾ പെട്ടെന്ന് പേടി തോന്നുന്നുണ്ട്. കാരണം പണ്ട് അവന്റെ ഒരു അങ്കിള് കൂടിയിട്ടായിട്ടുള്ള ഈ കിങ് തന്റെ സിബ്ലിങ്സിനൊക്കെ ഉപദ്രവിച്ച് അവന്റെ അമ്മയെ പോലും കൊന്ന് അവന്റെ അച്ഛനെ കൊല്ലാൻ നോക്കുന്നതിന്റെ ഇടയിലാണ് ഈബണ് ഇങ്ങനെ ഒരു സ്പോർഡ് വെച്ച് ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നതും പിന്നീട് അങ്ങോട്ട് ഈ ഒരു രാജാവിന്റെ പപ്പറ്റ് പോലെ അയാൾ പറയുന്ന എല്ലാവരുടെയും ജീവൻ എടുത്ത് പിന്നീട് അങ്ങോട്ട് ഒരു ഹണ്ടർ ആയിട്ട് മാറേണ്ടി വന്നതെന്നും ആ ഒരു കിങ്ങിന് അറിയാമായിരുന്നു. മാത്രമല്ല താൻ കാരണം ഒരു കുഞ്ഞിക്കുട്ടിയുടെ കൈകളിൽ ഇതുപോലെ രക്തക്കറ പറ്റിയെന്നും സ്വന്തം സിബ്ലിങ്സിന്റെ മാത്രമല്ല അവരുടെ കുട്ടികളുടെയും ലൈഫ് താനായിട്ട് ഡിസ്ട്രോയ് ചെയ്തു എന്നുള്ള ആ ഒരു കുറ്റബോധം ഗിൽട്ടും ഒക്കെ എന്നും ആ ഒരു കിങ്ങിന്റെ തലയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു ടൈമിൽ പണ്ടത്തെ മെമ്മറീസ് ഒക്കെ ആലോചിച്ച് ഒരു ഹാലുസിനേഷൻസ് തോന്നുമ്പോൾ കിങ് ഇപ്പോ ഈബന്റെ കാൽക്കല്ല് വീണ് അവനോട് ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകൾക്കുമായിട്ട് മാപ്പ് ചോദിക്കുന്നുണ്ട്. ഇതേ ടൈമിൽ സിയോങ്ങുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഊണയാണെന്നും ഇതിനു മുമ്പ് ചായനെ 2 പ്രാവശ്യം കൊല്ലാൻ നോക്കിയതും ഊണയാണെന്നും മനഃപൂർവ്വം അത് അവൾ തന്റെ തലയിൽ കെട്ടിവെക്കായിരുന്നു എന്നും കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്ന സൺ എന്ന വില്ലത്തി ഇപ്പോ ഇതിന്റെ എവിഡൻസ് ഒക്കെ സോൾജിയേഴ്സിന് കൈമാറുമ്പോൾ അവരിപ്പോ ഊണിനെ വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇതേ നേരം തന്നെ ഈ കാര്യം അറിഞ്ഞിട്ട് ചാ ഇപ്പൊ നേരെ അവിടേക്ക് എത്തുന്നുണ്ട്. ഞാൻ ഇത്രയും നാളും ആരാധിച്ചിരുന്ന വായിച്ചുകൊണ്ടിരുന്ന ഒരു നോവലിന്റെ മെയിൻ കഥാപാത്രമായിട്ടുള്ള ഫീമെയിൽ ലീഡായ ഊണെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചേഞ്ച് കാണിച്ചതും തന്നെ പോലും കൊല്ലാനായിട്ട് നോക്കുന്നതും ഒക്കെ കണ്ട് ഷോക്ക്ഡ് ആയിട്ടുള്ള ചാ ഇപ്പൊ നേരെ അവളെ കാണാനായിട്ട് എത്തുന്നുണ്ട്. അവിടെ വെച്ച് ശരിക്കും ചാ കാരണമാണ് താൻ ഇങ്ങനെ ആയതെന്നും ചായ്ക്ക് തന്റെ അവസ്ഥയൊന്നും മനസ്സിലാവില്ലെന്നും ചെറുപ്പം മുതൽ അവള് വളരെ റിച്ച് ആയിട്ടുള്ള വളരെ സൗഭാഗ്യമുള്ള ഒരു ഫാമിലിയിലാണ്
ഫാമിലിയിലാണ് ജനിച്ചു വന്നെങ്കിൽ ചെറുപ്പം മുതൽ കഷ്ടപ്പെട്ട് അതിജീവിച്ചു വന്ന എന്നെ പോലെ ഒരാൾക്ക് ഒരിക്കലും കൈൻഡ് ഹേർട്ടഡ് ആയിട്ടുള്ള ഒരാളായിട്ട് മാത്രം ജീവിക്കാൻ കഴിയില്ലെന്നും ഉണ ഇപ്പൊ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ശരിക്കും ചാ വന്നതുകൊണ്ടാണ് അവളുടെ ഫീമെയിൽ ലീഡിന്റെ ക്യാരക്ടർ പോയതെന്ന് താൻ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും അതൊരു എക്സ്ക്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് ഒരാളെ കൊല്ലാനായിട്ട് ആർക്കും അധികാരമില്ലെന്നും അത് വളരെ വലിയ തെറ്റാണെന്നും അതിന്റെ ശിക്ഷ നീ അനുഭവിച്ചേ പറ്റൂന്ന് പറഞ്ഞിട്ടും ചാ ഇപ്പൊ കരഞ്ഞുകൊണ്ട് തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട്. കാരണം അവൾ ഇത്രയും നാളും അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വിചാരിച്ചിരുന്ന ഊണയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുമ്പോൾ അത് അവൾക്ക് ഒരിക്കലും സഹിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതേ നേരം ആ ഒരു ഹൂസ്ക ക്ലാനിന്റെ ലീഡർ ആയിട്ടുള്ള സിയോങ്ങിനെയും ബാക്കി എല്ലാവരെയും ഈബൺ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇപ്പൊ സത്യം പറയുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത ജനറേഷനെങ്കിലും ഞാൻ വെറുതെ വിടാമെന്ന് കിങ്ങിന്റെ വാക്ക് കേട്ടിട്ട് എല്ലാവരും ഇപ്പൊ സത്യം പറയുന്നുണ്ട്. ഞങ്ങൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് സിയോങ്ങിന്റെ പ്ലാനിങ് മൂലമാണെന്നും ഒരു ടീമിന്റെ ലീഡർ തന്നെ സിയോങ് ആണെന്നും കിങ്ങിനെ കൊല്ലാനായിട്ട് നോക്കിയതും സിയോങ് തന്നെയാണെന്നും അവരിപ്പോ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ ദേഷ്യം വന്ന കിങ് നമ്മുടെ പ്രിൻസ് ആയിട്ടുള്ള ഈബന്റെ അടുത്ത് സിയോങ്ങിനെ കൊല്ലാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അവൻ ഓൾറെഡി ചായക്ക് കൊടുത്ത പ്രോമിസ് പോലെ തന്നെ ഇനി ഒരിക്കലും ആരെയും കൊല്ലില്ലെന്ന് അവൻ ഇപ്പോ കിങ്ങിന്റെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കേട്ട് ഓൾറെഡി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരുന്ന കിങ് ഇപ്പോ ഈബന്റെ കയ്യിൽ നിന്ന് ആ ഒരു വാള് വാങ്ങിച്ച് സ്വയം സിയോങ്ങിന്റെ എതിരെ നടന്ന് അവനെ കൊല്ലാനായിട്ട് ഒരുങ്ങിയപ്പോഴേക്കും ഈബൻ വന്ന് അതിനെ തടയുന്നുണ്ട്. കാരണം ഒരിക്കല് നമ്മുടെ കയ്യിൽ രക്തം പുരണ്ടു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരിക്കുന്നു. ഇതിനെ നമ്മൾ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നു. ആ ഒരു പെയിൻ വെച്ച് ജീവിത അവസാനം വരെ നമ്മൾ ജീവിക്കേണ്ടി വരുമെന്നും സ്വന്തം എക്സ്പീരിയൻസിലൂടെ അവൻ പറയുന്നത് കേൾക്കുമ്പോൾ ചെറുപ്പം മുതലേ കിങ്ങിന് വേണ്ടി അവൻ ചെയ്ത കൊലപാതകങ്ങളൊക്കെ എത്രമാത്രം അവനെ എഫക്ട് ചെയ്തിട്ടുണ്ടെന്നും വേദനിപ്പിച്ചിട്ടുണ്ടെന്നും കിങ്ങിന് മനസ്സിലാകുന്നുണ്ട്. കാരണം അത്തരത്തില് തെറ്റായ രീതിയിലൂടെ അവൻ കിങ് ആയി കഴിഞ്ഞെങ്കിലും ഒരു ദിവസം പോലെ സമാധാനത്തോടൊന്ന് കിടന്ന് ഉറങ്ങാൻ പോലും കിങ്ങിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം സിയോങ്ങിനുള്ള പണിഷ്മെന്റ് ആയിട്ട് അവനെ വേറെ ദൂരെ ഒരു സ്ഥലത്തേക്കുള്ള ഒരു ജയിലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ അവൻ പോകും മുമ്പ് തന്നെ ചാ ഇപ്പൊ അവനെ വന്ന് കണ്ടിട്ട് യഥാർത്ഥ റിയൽ വേൾഡിൽ ഇരിക്കുന്ന ചാ അവനോട് പറയാൻ ആവശ്യപ്പെട്ട ഒരു കാര്യം ഇപ്പോ അവള് പറയുന്നുണ്ട്. ജീവിതം ഒന്നേ ഉള്ളൂന്നും അതുകൊണ്ട് പാസ്റ്റ് ഒക്കെ മറന്ന് എപ്പോഴും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിച്ച് മുമ്പോട്ട് പോകണമെന്നും അവളിപ്പോ അവന്റെ അടുത്ത് പറയാണ്. പക്ഷെ ഇത് കേൾക്കുന്ന സിയോങ് ആകട്ടെ നീ ശരിക്കും ഞാൻ കണ്ടിരുന്ന ചായ അല്ലെന്നും ഞാൻ യഥാർത്ഥമായിട്ടുള്ള ആ ഒരു ചായനെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടെന്നും പറയുന്നുണ്ട്. സോ ഇതിലൂടെ തന്നെ ശരിക്കും പറഞ്ഞ സിയോങ്ങിന് യഥാർത്ഥ ആ ഒരു ചായ ശരിക്കും സിൻസിയർ ആയിട്ട് ഇഷ്ടമുണ്ടായിരുന്നു എന്ന കാര്യം നമുക്ക് ബോധ്യമാകുന്നുണ്ട്. അങ്ങനെ എന്റെ രാജ്യത്തും പേഴ്സണൽ ആയിട്ടുള്ള ലൈഫിലും ഉണ്ടായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും തീർത്തിട്ട് ഈബനും ചായയും ഇപ്പൊ ഫൈനലി ഒന്ന് മീറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ വെച്ച് അവര് രണ്ടുപേരും പരസ്പരം ഒരു ഹസ്ബൻഡും വൈഫായിട്ട് അഡ്രസ് ചെയ്ത് ഇനി പബ്ലിക് ആയിട്ടുള്ള തന്റെ പാരന്റ്സിനെല്ലാരും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മാരേജിന് സമയമായെന്ന് ഈബൻ പറയുമ്പോൾ അതിനു മുമ്പ് വളരെ സീരിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് ചാവിനോട് സത്യങ്ങളൊക്കെ റിവീൽ ചെയ്യാനായിട്ട് ഒരുങ്ങാണ്. അങ്ങനെ അവള് ശരിക്കും റിയൽ വേൾഡിൽ നിന്ന് ടൈം ട്രാവൽ ചെയ്ത് വന്നതാണെന്നും ഇത് ശരിക്കും ഒരു റൊമാൻറ്റിക് നോവലിലെ ഒരു ലോകമാണെന്നും പകരം ഇത് റിയൽ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു വേൾഡ് അല്ലെന്നൊക്കെ അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്ഷമയോടെ തന്നെ ഈബൻ കേട്ടിട്ട് ഇതിപ്പോ റിയൽ വേൾഡ് ആണെങ്കിലും അല്ലെങ്കിലും എന്നും ചാ തന്റെ ലവർ ആയിരിക്കുന്നു ഭാര്യയായിരിക്കുന്നു അവനിപ്പോ പറയുന്നുണ്ട്. മാത്രമല്ല സാധാരണ ഈ റൊമാൻറ്റിക് നോവൽസിലൊക്കെ നമ്മൾ വായിക്കുന്ന പോലെ പ്രധാനമായിട്ടുള്ള മെയിൽ ലീഡും ഫീമെയിൽ ലീഡും കൂടിയിട്ട് കല്യാണം കഴിക്കുകയാണെങ്കിൽ അവിടെ വെച്ച് ആ ഒരു സ്റ്റോറി അവസാനിക്കും. അതുപോലെ തന്നെ ഈ ഒരു വേൾഡില് ഫീമെയിൽ ലീഡായിട്ടുള്ള ചായും മെയിൽ ലീഡായിട്ടുള്ള ഈബനും കൂടി കല്യാണം കഴിക്കുകയാണെങ്കിൽ അതോടുകൂടി ഈ ഒരു സ്റ്റോറി അവസാനിക്കുന്നു. ഇവരുടെ ഒരു വേൾഡ് നിന്നു പോകുമെന്നും ചായ്ക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം കഴിഞ്ഞിട്ട് പോരെ നമ്മുടെ കല്യാണം എന്ന് അവളിപ്പോ ചോദിക്കുന്നുണ്ട്. കാരണം ഈബന്റെ ഒപ്പം ജീവിച്ച് അവൾക്ക് കൊതി തീർന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്തൊക്കെയായാലും ഈബന്റെയും ചായയുടെയും ഇടയിലുള്ള ആ ഒരു സ്നേഹം ഒരിക്കലും അവസാനിക്കാതെ അത് അങ്ങനെ ഫ്ലറിഷ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവർ കല്യാണമൊക്കെ കഴിക്കാൻ തീരുമാനിക്കുന്നതിന്റെ ഭാഗമായിട്ട് അന്ന് നൈറ്റ് അവരുടെ വീട്ടിൽ വെച്ച് ഒരു കോക്ടെയിൽ പാർട്ടി തന്നെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടി അന്നത്തെ നൈറ്റ് പരസ്പരം ഡ്രിങ്ക് ചെയ്തും അവരുടെ സന്തോഷം പങ്കുവെച്ചും എൻജോയ് ചെയ്യാണ്. അങ്ങനെ അതിനുശേഷം ഈബൺ ഇപ്പൊ നേരെ അവന്റെ അങ്കിൾ ആയിട്ടുള്ള കിങ്ങിനെ കാണാനായിട്ട് ചെല്ലുമ്പോൾ സിയോങ് സഞ്ചരിച്ചിരുന്ന ആ ഒരു ഷിപ്പ് ഒരു സ്റ്റോമിൽ പിടിക്കുകയും അവൻ മരണപ്പെടുകയും ചെയ്തു എന്ന് ഇപ്പൊ ആ ഒരു കിങ് അവനെ അറിയിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇതായിരിക്കും സിയോങ്ങിന്റെ കഥയുടെ എൻഡിങ് എന്ന് ഈബൺ ഇപ്പൊ വിചാരിക്കുന്നുണ്ട്. മാത്രമല്ല ഇത്രയും നാളും അവൻ എപ്പോഴും അവന്റെ ഒപ്പം കൂടെ കൊണ്ട് നടന്നിരുന്ന അവന്റെ അമ്മയുടെ ആ ഒരു സ്വേർഡ് ഇപ്പൊ അവൻ കിങ്ങിന് സമർപ്പിച്ചിട്ട് ഇനിയൊരിക്കലും താൻ പണ്ടത്തെ പോലുള്ള ഒരു ഹണ്ടറായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ലെന്നും തനിക്ക് ഇനിയും തന്റെ കയ്യിൽ ചോരപ്പാട് വീഴ്ത്താനായിട്ട് യാതൊരു ആഗ്രഹവുമില്ലെന്ന് പറഞ്ഞ് അവനിപ്പോ അവന്റെ ആ ഒരു ഹണ്ടർ പോസ്റ്റ് റിസൈൻ ചെയ്യുന്നുണ്ട്. ഇത് കണ്ട് അവൻ എന്താണ് ഉദ്ദേശിച്ചത് കറക്റ്റ് ആയിട്ട് മനസ്സിലായതുകൊണ്ട് തന്നെ ഇത്രയും നാളും അവൻ അങ്ങനെ പിടിച്ചു നിർത്തിയതില് കിങ് ഇപ്പൊ അവന്റെ അടുത്ത് സോറി ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് കിങ്ങിനോട് വേറൊന്നും പറയാതെ കിങ്ങിന് വേണ്ട എല്ലാ റെസ്പെക്ട്സും കൊടുത്തിട്ട് ഈബൻ നേരെ അവിടെ നിന്ന് ഇറങ്ങാണ്. അങ്ങനെ അടുത്ത സീനില് നമ്മൾ കാണുന്നത് നമ്മുടെ മെയിൻ ക്യാരക്ടേഴ്സിന്റെ വിവാഹമാണ്. അങ്ങനെ അവർ
രണ്ടുപേരും കൂടി എന്റെ പ്രിയപ്പെട്ട ഒരുപാട് പേരുടെ നടുവിൽ വെച്ച് തന്നെ വിവാഹം കഴിക്കുകയും കിസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു റൊമാൻറ്റിക് നോവലിന്റെ സ്റ്റോറി എൻഡ് ചെയ്യുമ്പോൾ റിയൽ വേൾഡിൽ ഇരുന്നുകൊണ്ട് ടൈം ട്രാവൽ ചെയ്ത് വന്ന അത് വായിച്ച് ശരിക്കും ഈ ഒരു സ്റ്റോറി എൻഡ് ചെയ്ത ഷോക്കിൽ ഇരിക്കുന്നുണ്ട്. മാത്രമല്ല അവള് ശരിക്കും ഈ ഒരു റിയൽ വേൾഡിൽ ചെന്നിട്ട് അവിടെ അഡാപ്റ്റ് ചെയ്ത് അവളുടെ ആഗ്രഹം പോലെ തന്നെ കുറെ ഫ്രണ്ട്സിനെയൊക്കെ ഉണ്ടാക്കി ശരിക്കും ഒരു ന്യൂ ലൈഫ് തന്നെ ക്രിയേറ്റ് ചെയ്ത കാര്യം നമ്മളെ കാണിക്കുന്നുണ്ട് കേട്ടോ. ആക്ച്വലി ഇവരുടെ കഥ ഇവിടെ എൻഡ് ചെയ്ത് കഴിഞ്ഞാലും അതിന് ഏറ്റവും ലാസ്റ്റിലായിട്ട് അവരുടെ രണ്ടുപേരുടെയും ഈ റൊമാൻറ്റിക് ആയിട്ടുള്ള ആ ഒരു ജേർണി ഇനിയും കണ്ടിന്യൂ ചെയ്യും എന്ന് എഴുതിയ കാരണം കൊണ്ട് വീണ്ടും ഈ ഒരു റൊമാൻറ്റിക് നോവലിനെ നമ്മളെ കാണിക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരുപാട് വർഷങ്ങളൊക്കെ കഴിഞ്ഞ് ചായും ഈബണും ഇപ്പോഴും വളരെ സന്തോഷത്തിൽ അവരുടെ മാരീഡ് ലൈഫ് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇപ്പൊ അവർക്ക് 6 കുട്ടികൾ കൂടി ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഇനി 6 കുട്ടികൾ കൂടി വേണമെന്ന് അവര് പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അവരിപ്പോ ചായയുടെ അച്ഛന്റെയും അമ്മയുടെ അടുത്തും പറയുമ്പോൾ അത് കേട്ട് ഇനിയും 6 കൂടി എങ്ങനെ സഹിക്കുമെന്ന് ആലോചിച്ച് വണ്ടടിച്ചിരിക്കുന്ന ആ ഒരു മുത്തശ്ശിയും മുത്തശ്ശനെയും അവരുടെ അങ്കിൾമാരെയും അങ്ങനെ ആ ഒരു ഹാപ്പി ഫാമിലിയെ തന്നെ നമ്മൾ അവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് റിയൽ വേൾഡിലുള്ള ചായനെ നമ്മൾ കാണിക്കുമ്പോൾ അവളിപ്പോ അവളുടെ കയ്യിലുണ്ടായിരുന്ന ടൈം ട്രാവൽ ചെയ്യാനായിട്ട് അവരെ സഹായിച്ചുകൊണ്ടിരുന്ന ആ ഒരു കീ ചെയിൻ ഇപ്പോൾ ഒരു റിവറിലേക്ക് എറിഞ്ഞ് കളയുന്നുണ്ട്. ഇതേ ടൈമില് ഈ ഒരു ജോസിയൻ ഏരിയയിലിരുന്ന ടൈം ട്രാവൽ ഇത് വന്ന് ഈബന്റെ ഭാര്യയായ ചായയും അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കീ ചെയിൻ സൂക്ഷിച്ച് എടുത്തു വെക്കുന്നുണ്ട്. സോ ഇതിലൂടെ തന്നെ അവർ രണ്ടുപേരും പരസ്പരം ഇപ്പൊ ടൈം ട്രാവൽ ഇത് വന്ന വേൾഡിനോട് അഡാപ്റ്റ് ചെയ്ത് ജീവിക്കാനായിട്ട് തീരുമാനിച്ചതും ഇനി ഒരിക്കലും ബാക്കിലോട്ട് ഒന്ന് ടൈം ട്രാവൽ ചെയ്ത് എത്താനായിട്ട് ആഗ്രഹിക്കുന്നില്ലെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. അങ്ങനെ അവർ അവരുടെ വേൾഡിന്റെ മെയിൻ ക്യാരക്ടറായിട്ട് ജീവിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ഫോർ എവർ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്ന നമ്മുടെ മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ഈബനും ചായും ഒരിക്കലും കൂടി അവരുടെ ഫസ്റ്റ് നൈറ്റ് ഒരുമിച്ച് ആഘോഷിക്കുന്നത് കാണിച്ച് ഈ ഒരു ഡ്രാമ ഇവിടെ എൻഡ് ചെയ്യാണ്. സോ ഫ്രണ്ട്സ്, വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു ടൈം ട്രാവൽ ഡ്രാമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എനിവേ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈനുള്ള ഒരു ഡ്രാമ ശരിക്കും വർത്ത് വാച്ചിങ് ആണ് കേട്ടോ. സോ എനിവേ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ കമന്റ്സ് വഴി നിങ്ങൾ അറിയിക്കാൻ മറക്കരുത്. ഒപ്പം തന്നെ ഈ ഒരു വീഡിയോക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ആരും തന്നെ മറക്കരുത്. അപ്പോൾ ഇനി ഒരു അടിപൊളി ഡ്രാമയായിട്ട് നമുക്ക് പിന്നെ കാണാം. അപ്പോൾ ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.